നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ബാഗിൽ എന്താണോ കിട്ടുന്നത് അത് നമുക്ക് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ്, അങ്ങനത്തെ ഡീലുണ്ട്. എടാ അത് മുട്ടായി അല്ല. ഞാൻ ഇതിന്റെ മുന്നത്തെ ഒരു ബ്ലോഗിൽ പറഞ്ഞ ഗ്യാസ്ട്രൈറ്റിസിന് നല്ല പ്രശ്നമുണ്ടെന്ന്. ഇത് ഗ്യാസ്ട്രൈറ്റിസിന്റെ മരുന്നാണ്. ഇതല്ലടാ. ഓ പിന്നെ ആയിഷനെ കണ്ട കാലം മുതൽ എനിക്ക് അറിയുന്ന ഒരു സാധനമാണിത്. ഞാൻ തീരെ യൂസ് ചെയ്യാത്തതും ആയിഷ എപ്പോഴും യൂസ് ചെയ്യുന്നതായിട്ട്. പക്ഷെ ഈ ഹെയർ സ്റ്റൈൽ ചോദിക്കുന്ന നമ്മുടെ ഓഡിയൻസിനോടാണ് പറയാനുള്ളത്, ഇത് യൂസ് ചെയ്യരുത്. അല്ല, ഇത് എപ്പോഴെങ്കിലും യൂസ് ചെയ്യുക. അതായത് നമുക്കിപ്പോ രാവിലെ തൊട്ട് ഒരൊറ്റ വീഡിയോ എടുക്കാനാണെങ്കിൽ ഞാൻ ഇത് യൂസ് ചെയ്യില്ല, ഹെയർ നല്ലോണം നിൽക്കും. പക്ഷെ രാവിലെ തൊട്ടും കഴിഞ്ഞിട്ട് വൈകുന്നേരം വരെ ഈ സംഭവം നിൽക്കണം. പിന്നെ അതിന്റെ അടുക്ക് നമ്മൾ കോസ്റ്റ്യൂം ഇങ്ങനെ ചേഞ്ച് ചെയ്തോണ്ട് നിൽക്കും. അപ്പോഴൊക്കെ മുടി നമ്മളിങ്ങനെ അതേപോലെ നിൽക്കണമെങ്കിൽ മാത്രം ഇത് യൂസ് ചെയ്യാം. ഷെയ്ഡ്സ്. അയ്യോ അതിന്റെ അകത്ത് ഇത് മറ്റേ ഇത് സാനിറ്ററി നാപ്കിൻ ഡയറിയാണോ? ഇത് ഡയറി പ്രൊഡക്ട്സ് ആണ് ഗൈസ്. ഡയറി ഇത് അഗൈൻ ഇപ്പം അടുത്ത് മറ്റേ ട്രിപ്പ് പോയ സമയത്ത് ഞങ്ങൾ 7 year ആയിട്ട് ഓരോ സ്ഥലത്ത് നിന്ന് ഓരോന്ന് കളക്ട് ചെയ്യും. അപ്പം 7 year എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ മെമ്മറിക്ക് വേണ്ടി ഓരോന്ന് കളക്ട് ചെയ്യുന്നത്. അപ്പം ദുബായിലുള്ളൊരു സ്ഥലമാണ് ആയ യൂണിവേഴ്സ് എന്ന അടിപൊളി സ്ഥലം. വി വെന്റ് ദേർ ഫോർ എ ഡേറ്റ്. അപ്പം അവിടുത്തെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഒരു ബുക്ക് മേടിച്ചതാണ്. നല്ലൊരു മെമ്മറിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇതെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. എന്ത്? അയ്യോ അണുക്കള്. അതെന്താ പറയാ, എന്നെ പോലെ റിച്ച് പീപ്പിൾസ് മാത്രം യൂസ് അല്ല, പീപ്പിൾസ് എന്ന് പറയില്ല കേട്ടോ, അതിന്റെ അപ്പൊ പീപ്പിൾ മാത്രം യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. തൊട്ടാ ഇനി ഷെയ്ഡ്സ് ഉണ്ട്. ഷെയ്ഡ്സ് തന്നെയല്ലേ ഇത്? ഒറ്റ 3 ഷെയ്ഡ്സ് ഉണ്ട് ഒറ്റ ഇതിന്റെ അകത്ത്. അതെന്താ വെച്ചാൽ എല്ലാം നമുക്ക് സ്ഥലം കുറയ്ക്കണം. അപ്പൊ 3 പെട്ടി കുറെ സ്ഥലം വേണ്ടേ? അപ്പൊ നമ്മള് രസമുണ്ടോ? അയ്യോ ഓക്കെ വേണ്ട. ഓക്കെ എനിവേ ഷീ ഹാസ് ഷെയ്ഡ്സ്. ഇതില് ഒന്ന് ഞാൻ അങ്ങ് എടുത്ത് ഇങ്ങനെ പോകുമ്പോഴത്തേനും ഇത് തീരുമ്പോഴത്തേനും ബാഗ് ഫുൾ ഇത് കാലിയാവും. ഓ ദാറ്റ്സ് മൈ ഷെയ്ഡ്സ്. ഇത് ഷെയ്ഡ്. ഓ ദാറ്റ്സ് മൈ ഗ്ലാസസ്. എന്നിട്ട് ഈ കാറിൽ പോയാല് ഞാൻ ഉണ്ടില്ല, എന്നെ കളിയാക്കും. ഓക്കെ ഇനി അടുത്ത സാധനം. ഓ ഇതിന്റെ അകത്ത് വേറെ തന്നെ ഒരു ബാഗ് ഉണ്ട് ഗൈസ്. നല്ല കനമുണ്ട്. ഇതെന്താ അറിയോ, ബാഗ് മാറ്റാൻ പറയൂലേ എയർപോർട്ടിൽ നിന്ന് ഇലക്ട്രോണിക് ഐറ്റംസ് ഇതാക്കാൻ നിക്കണ്ടേ? ഇതൊന്നും കാണിച്ചാലേ ഇത് എന്റെ പ്രൈവസി പോയേ. ഞാൻ നോക്കട്ടെ, ഞാൻ ആൾക്കാർ കാണിക്കാൻ പറ്റുന്ന മാത്രം കാണിക്കാന്ന. ഇതിന്റെ അകത്തൊന്നുമില്ല. ഓപ്പിൻ ടൂത്ത് ബ്രഷ്. ഇതിലെന്ത് പ്രൈവസി പോവാനാ? പിന്നെ ഇതില്ലാത്തൊരു ഗേളിന്റെ ബാഗ് നിങ്ങൾക്ക് കാണല് കുറവായിരിക്കും. ദിസ് ഇസ് അവർ സേവിയർ മഫ്താൽസ് ബാഗ്. പിന്നെ പവർ ബാങ്കും ടൂത്ത് പേസ്റ്റും ഒക്കെയാണ് ഉള്ളത്. ചാർജർ. ഓക്കെ ബാക്കിയുള്ള നോക്ക്, അതിൻ്റെ അകത്ത് എന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ടുള്ളത്. ടിഷ്യൂസ് ഉണ്ടാവും. എന്തെങ്കിലും ഐ ആം ഓൺ മൈ പീരിയഡ്സ്, അപ്പൊ കുറെ സാനിറ്ററി നാപ്കിൻസ് ഉണ്ട്. പിന്നെ ഈ കാണേണ്ട സാധനം കണ്ടിട്ടില്ല. ഞാൻ മക്കളെ മാതിരി ഞാൻ കൊറേ കാലമായിട്ട് അവിടെ എടുത്തു വെച്ചൊരു സാധനമായിരുന്നു. ഇതിന്റെ കഥ ഞാൻ പറഞ്ഞു തരട്ടെ. ഞാൻ തിന്നിട്ട് പറഞ്ഞു. അതിന്റെ എക്സ്പയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇല്ല കേട്ടോ, ഇപ്പൊ അടുത്ത് എനിക്ക് എന്റെ ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടം. ഇതെന്താ? അത് ഹെയർ വാക്സാ. ഓക്കെ. ഓ എനിക്ക് തോന്നുന്നു മുടി ഇങ്ങനെ നിക്കാൻ വേണ്ടി സ്ലീക്ക് ബൺ ഒക്കെ ഇത് കണ്ടോ? ഇത് ആൾക്കാർ വിചാരിക്കും ഞാൻ മറ്റേ ഇങ്ങനെ നമിത ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടായി. മമിത ഇല്ലേ? ഓക്കെ, ഓള് കട്ട് ചെയ്തില്ലേനോ? അതേപോലെ ബാങ്ക് ചെയ്താണ് വിചാരിക്കും. പക്ഷെ ഇതിന്റെ ബാങ്ക്സ്. ഓക്കെ, അതിന്റെ ഓമന മുടിയാ. അപ്പൊ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാൻ. ഓമനുള്ള ആൾക്കാർക്ക് ഓമന മുടി ഉണ്ടാവും കേട്ടിട്ട്. ഇത് ഞാൻ പൊട്ടിക്കട്ടെ? വേണ്ട, ഹസ്ബൻഡ് കൊടുത്തതായോ. കിൻഡർ ജോയ് തന്നായിരുന്നു ഞങ്ങളുടെ ആനിവേഴ്സറിക്ക്. ഞങ്ങളുടെ നാട്ടിലുണ്ടാ പറയാ, അറിയോ? അറിയില്ല. മൈക്കില് കേൾക്കുന്നുണ്ട്. ഓ ഇതാണ് സ്കിൻ കെയറിന്റെ. എന്റെ ബാഗിൽ 2 ഉണ്ടെങ്കിൽ ഒന്നിക്കല്ലേ? 2 കിൻഡർ ജോയ് അല്ലേ? എനിക്കറിയാം. ഞാൻ പറയാം കിൻഡർ ജോയ് എനിക്ക് ഒരു ബൊക്കെന്നറിയ കിൻഡർ ജോയ് ആയിട്ട് തന്നായിരുന്നു. നിങ്ങൾ കോമെന്റ് ചെയ്യൂ, ഒന്ന് ഞാൻ എടുക്കണോ എടുക്കണ്ടേ? വാലന്റൈൻസ് ഡേ അല്ലായിരുന്നു, അപ്പൊ ആ ടൈമിൽ ഐ ഗോട്ട് ലൈക്ക് മിനി കിൻഡർ ജോയ്. അങ്ങനെ വീണ്ടും
അത് ഹസന്റെ, എന്റെ അല്ല. ഹസന്റെ നല്ല പവർ ഉണ്ട്. അത് എന്റെ അല്ല, ഹസന്റെ. വെറൈറ്റി ഗ്ലാസ് എന്താണ് അത് ഹെയർ ബാൻഡ്. ഇത് മമ്മൂട്ടി മമ്മൂക്കാന്റെ ഒരു ഇത് കണ്ടിണങ്ങി ആ ക്രൗൺ ഇടുന്ന സമയത്ത്. ഓക്കെ, ഇത് പിന്നെ എല്ലാം ട്രാവൽ സൈസിലുള്ള, ട്രാവൽ ഫ്രണ്ട്ലി സൈസിലുള്ള. കഥ ഉണ്ട്. ഇത് ഈ വിചാരിക്കും സെറാവേന്റെ ആണെന്ന്, പക്ഷെ സെറാവേന്റെ അല്ല, സെറ്റാഫിൽഡതാ. ആര് ഈ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? സെറ്റാഫിലിന്റെ വലിയ ബോട്ടില് ഞാനിത് കുഞ്ഞു ബോട്ടിലേക്ക് ആക്കി മാറ്റി. ദിസ് അഗൈൻ ഇസ് എ സേവിയർ. ഐ ലവ് ദിസ് പ്രോഡക്റ്റ്. ഈവൻ ദിസ് ഇസ് ഓൾസോ നൈസ്. ഇതിലൊരു ഇതുണ്ട്. ഇതിലൊരു ഇതുണ്ടോ? ഇതില് ഇത് കണ്ടാ നീ വിചാരിക്കും ഡോട്ടൻകിന്റെ ആണെന്ന്, പക്ഷെ ലിപ് സ്ക്രബാ. ഓ, ഞാൻ പ്ലം കേക്ക് മുറിച്ചിട്ട് അതേപോലെ ഉണ്ട്. അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടാവും. ചെക്ക് ചെയ്താൽ ഇതൊക്കെ പിന്നെ ഫേസ് ഷോപ്പിന്റെ കുറെ സാധനങ്ങള്. മഴക്കാലല്ലോ എന്റെ ബാഗിൽ ഏത് സമയത്ത് നോക്കിയാലും കൊട ഉണ്ടാവും. വെയിലത്തും ഇല്ല, ഞാൻ കൊട, അതാണ് ഏറ്റവും വലിയ ഐറണി. ഐ ഓൾവേസ് ഹാവ് ദിസ് ബട്ട് ഐ നെവർ ഓപ്പൺ ഇറ്റ്, ഐ നെവർ യൂസ് ഇറ്റ്. എന്റെ കൈ വന്നിട്ടുണ്ടാവും കേട്ടോ അശ്വിലെ. അശ്മിൽ പറയാം, നിങ്ങളൊന്ന് ചില നിർത്തി ഇങ്ങനെ പറയാം. എന്താ ഓക്കെ, എനിവേ ഐ തിങ്ക് ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അതിന്റെ അകത്ത് കുറെ സാധനങ്ങൾ, അത് തീരില്ല. അല്ലറ ചില്ലറ സാധനങ്ങൾ, ഇതൊന്നും പെറുക്കിയെടുക്കാനാവില്ല. പിന്നെ ഇതിന്റെ അകത്തും കുറെ എന്തൊക്കെ ഓൾഡ് ജ്വല്ലറി ബോക്സ് ഉണ്ട്, ടവൽ ഉണ്ട്. ഓക്കെ, അഗൈൻ ഇത് ജ്വല്ലറി ബോക്സ് അല്ല ഗൈസ്, ഇത് ജ്വല്ലറി ബോക്സ്. ഓക്കെ, so please know the right pronunciation of this word. I think we are done for today. So yeah, that's pretty much what's in our respective bags. So yeah, thank you so much for watching guys, and കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഇങ്ങനത്തെ എന്തെങ്കിലും കോഴ്സിന്റെ മുന്നേ നമ്മൾ വേറൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം, നമുക്ക് അതേപോലത്തെ ചെയ്യല്ലേ, ഫൺ റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൊതുവെ ഇഷ്ടമാണല്ലോ അല്ലേ? ഓക്കെ, സോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തോളൂ. വി വിൽ ടീച്ച് യു എവറിത്തിങ് ദാറ്റ് യു നീഡ്. സോ ഇൻ ഓർഡർ ടു ജോയിൻ, ക്ലിക്ക് ദ ലിങ്ക് ഓൺ ദ ബയോ ആൻഡ് ജോയിൻ. ബൈ. ഇംഗ്ലീഷ് കഫേയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം. ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസുകൾ, ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ, 24 hours നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കൂ.